PMOS ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയാസിലൊക്കെ കേട്ട് പരിചയമുള്ള ഒന്നാണ്. ഈ PCODന്റെ പേര് മാറ്റിയിട്ട് അല്ലെങ്കിൽ PCOS എന്ന ആ വാക്ക് മാറ്റിയിട്ട് PMOS ആക്കിയിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് കോർട്ടിസോൾ, ആൻഡ്രോജൻ, അതേപോലെ തന്നെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, LH, FSH അങ്ങനെ വെറൈറ്റി ഓഫ് ഹോർമോൺസിന്റെ ഓവർ ആക്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെറ്റബോളിക് ചേഞ്ചസ് ലൈക്ക് നമുക്ക് വെയിറ്റ് ഗെയിനിങ് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ എനർജി കൺവേർഷൻസ് ഒക്കെ നടക്കാതെ വരികയും നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം കാണിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഒവേറിയൻ ചേഞ്ചസ് അതായത് ഓവുലേഷൻസ്, മെൻസ്ട്രൽ ഇറഗുലാരിറ്റി പ്രശ്നങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് കാണിക്കാവുന്നതാണ്. ദെൻ സിൻഡ്രോം മീൻസ് അവിടെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടാവും. അതായത് വെയിറ്റ് ഗെയിനിങ്, മെൻസ്ട്രൽ ഇറഗുലാരിറ്റി, ആക്നി, പിമ്പിൾസ്, അതേപോലെ തന്നെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ ഇൻഫെർട്ടിലിറ്റി ഒക്കെ ഇതിന്റെ പ്രോമിനന്റ് സിംറ്റംസ് ആയിട്ട് പറയാവുന്നതാണ്. അപ്പം PMOS എന്ന കണ്ടീഷൻസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിൽ ഡയറ്റ് ക്രമീകരിക്കുക. അതേപോലെ തന്നെ നല്ല രീതിയിൽ വർക്കൗട്ടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക.